ഏത് മോഡൽ? നിങ്ങളെ പേരെന്താ പറഞ്ഞത്? ഷമീർ. ഓക്കെ. സ്ഥലം? കണ്ണൂർ. ഓക്കെ. കണ്ണൂർ എവിടെ? ഇരിക്കൂർ. അറിയാം. മോഡൽ സാംസങ് അല്ല നമ്മൾ പറഞ്ഞത്? 315 അല്ലേ? ഓക്കെ ആണോ? എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്ത് നോക്കിയതെന്ന് പറഞ്ഞു. ഓക്കെ. ഓക്കെ. 2 കാര്യങ്ങൾ ചെയ്തു, വേറൊന്നും ചെയ്തില്ല. ഓക്കെ. ഈ സർക്യൂട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നതിനുള്ളത് അറിയോ? ഇല്ല. ഓക്കെ. നമുക്ക് ആദ്യം അത് നോക്കാം, എന്നിട്ട് ഡയറക്റ്റ് അതിലോട്ട് പോകാം. സ്ക്രീന് കാണാൻ പറ്റുന്നുണ്ടോ? ഇതിൽ ചാർജിങ് എറർ, സർവീസ് എറർ ഒക്കെയാണ് ഈ ഒരു കംപ്ലൈൻറ്റ് വരുന്നത്. ബാറ്ററി ടെമ്പറേച്ചർ എറർ, അതിൻ്റെ പല രീതിയിലുള്ള പിക്ചേഴ്സും കാര്യങ്ങളാണ് കാണുന്നുള്ളത്. ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സർക്യൂട്ട് ഉണ്ട്. ഇപ്പോൾ സാംസങ്ങിൻ്റെ കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് നമ്മൾ സാംസങ്ങിൻ്റെ സർക്യൂട്ട് നമ്മൾ നോക്കുന്ന ആദ്യം. സാംസങ് സർക്യൂട്ടിൻ്റെ അകത്ത് ഇതുപോലെ ഒരു റെസിസ്റ്ററും ഒരു തെർമിസ്റ്ററും ഉണ്ടാവും. ഇതിൽ 1.8 വോൾട്ടേജ് പവർ ഐസിൻ്റെ അകത്തുനിന്ന് വരും. അതേപോലെ തന്നെ ഇടയിൽ R1 എന്ന് പറഞ്ഞൊരു റെസിസ്റ്റർ കണ്ട, അത് 100K. അതിൻ്റെ താഴെയുള്ളതാണ് R2. ഈ R2 എന്ന് പറയുന്നുള്ള തെർമിസ്റ്ററാണ്. ഈ 2 റെസിസ്റ്ററും കൂടി കഴിഞ്ഞാൽ അതൊരു ഡിവൈഡർ സർക്യൂട്ടായിട്ട് മാറും. മനസ്സിലായ? അപ്പോൾ ഈ ഒരു വോൾട്ടേജ് 1.8 വോൾട്ടേജ് ഈ 2 റെസിസ്റ്റർ ഡിവൈഡ് ചെയ്തിട്ട് പോകുന്ന ഒരു വോൾട്ടേജ് ഓൾറെഡി CPU സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ 0.6 അല്ലെങ്കിൽ 0.9. ഇതിൻ്റെ ഇടയിലുള്ള ഒരു വോൾട്ടേജ് ആയിരിക്കും എപ്പോഴും പോകുന്നുള്ളത് നമ്മളെ CPU ഉള്ളിലോട്ട് പോകുന്നുള്ളത്. ഇത് എല്ലാ മോഡലും CPU പറഞ്ഞിട്ടില്ല. ചില മോഡലിനകത്ത് പവർ ICയിലോട്ടും ചില മോഡലിനകത്ത് ചാർജിങ് ICയിലോട്ടൊക്കെ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.8 വോൾട്ടേജ് R1 എന്ന് പറയുന്ന റെസിസ്റ്ററിലോട്ട് കിട്ടുന്നുണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്യണം. ഈ R1ൻ്റെ താഴോട്ട് വരുന്നുള്ള റെസിസ്റ്ററിൻ്റെ അകത്തുനിന്ന് ആ വോൾട്ടേജ് ഡിവൈഡ് ആയിട്ട് പോകുന്നുണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പോൾ 2 കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സബ് ബോർഡിലോട്ട് പോകുന്നുള്ള കണക്ഷൻ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. അതേപോലെ തന്നെ RF കോഡ് നമ്മൾ ചേഞ്ച് ചെയ്ത് നോക്കി. ഈ 2ലും അല്ലാന്നുള്ളത് കൺഫേം ആയി. മനസ്സിലായി? അപ്പോൾ ഇത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ലൈന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യലാണ്. ഇപ്പോൾ മേലെന്ന് ആ വോൾട്ടേജ് താഴോട്ട് എത്താതെ കണ്ടീഷൻ ആവുക, വോൾട്ടേജ് കറക്റ്റ് വരുന്നുണ്ട്, CPU സെൻസ് ചെയ്യാതെ കംപ്ലൈൻ്റ് ആവുക. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് CPU ചെയ്യണം. അതിന് മുമ്പ് നമുക്ക് ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. സർക്യൂട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മളെ ബോർഡിൽ പവർ ICനാണ് ഈ വോൾട്ടേജ് വരുന്നുള്ളത്. ആ വോൾട്ടേജ് നേരെ നമുക്ക് കാണാം നമ്മളെ B2B കണക്ടറിലോട്ട് വരുന്നുണ്ട്. ഈ റെഡ് കളർ നോക്കിയാൽ മതി കേട്ടോ. B2Bയിലോട്ട് വരുന്നുണ്ട്. B2Bന് ഡയറക്റ്റ് നമ്മളെ സബ് ബോർഡിലോട്ട് വരുന്നുള്ള ഒരു വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് R1 എന്ന് പറഞ്ഞ റെസിസ്റ്റർ പച്ച കളർ കാണാം നമുക്ക് അവിടെ. ആ വോൾട്ടേജ് ആ ഒരു റെസിസ്റ്ററിലോട്ട് വരും. ആ വോൾട്ടേജ് നേരെ മേലോട്ടേക്ക് പോകും. ഞാനിപ്പോൾ അതിൻ്റെ 3D വ്യൂ കാണിച്ചു തരാം. ഇതാ പോകുന്ന റൂട്ട് മനസ്സിലായില്ലേ? ഇനി നമ്മളെ ബോർഡിൽ അതെങ്ങനെ പോകുന്നില്ലേ നോക്കാം. വോൾട്ടേജ് കറക്റ്റ് വന്ന് സബ് ബോർഡിൽ നിന്ന് സാധനം നേരെ മേലോട്ടേക്ക് CPU പോകും. ഇതിൻ്റെ ഇടയിൽ ഏത് സെക്ഷനിൽ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാലും ടെമ്പറേച്ചറിൻ്റെ മെസ്സേജ് കാണിക്കും. കാരണം CPU സെറ്റ് ചെയ്തിട്ടുള്ള വോൾട്ടേജ് 0.6 അല്ലെങ്കിൽ 0.9 വോൾട്ടേജ് ആണ്.
ഈ ഒരു വോൾട്ടേജിൽ കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ ചെക്ക് ചെയ്യേണ്ട റൂട്ട് മനസ്സിലായില്ല, എങ്ങനെ ചെക്ക് ചെയ്യണമെന്നുള്ള ക്ലിയർ ആയല്ലോ. ആ R1 1.8 വോൾട്ടേജ് കിട്ടുന്നുണ്ടോ നോക്കണം ഫസ്റ്റ് സ്റ്റെപ്പ്. R2 ആ വോൾട്ടേജ് ഡിവൈഡ് ആയിട്ട് വരുന്നുണ്ടോ ഇല്ലേനും കൂടി ചെക്ക് ചെയ്ത് നോക്കണം. 1.8 വോൾട്ടേജ് 0.9 വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ആവും. മനസ്സിലായി? ഞാൻ സർക്യൂട്ടിൽ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ഒരു മിനിറ്റ്. ഇതിലാദ്യം നമ്മൾ കണക്ടർ, സബ് ബോർഡിലോട്ട് പോകുന്നുള്ള കണക്ടർ ആദ്യം ചെക്ക് ചെയ്യുക. സ്ക്രീനിൽ കാണുന്നുണ്ടോ? ഇതാണ് നമ്മളെ കണക്ടർ വരുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് കണക്ടർ എടുക്കുക, ലേഔട്ട് പോയിട്ട് ഇത് കോപ്പി ചെയ്യുക, എന്നിട്ട് സ്റ്റിമാറ്റിക്കിൻ്റെ അകത്ത് പോയിട്ട് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങൾ കാണും. ഒന്ന് വോൾട്ടേജ് പോകുന്ന ലൈനും കാണാൻ പറ്റും, പിന്നെ ഒന്ന് തെർമൽ സെക്ഷനും കൂടി കാണാൻ പറ്റും. ആദ്യം നമ്മൾ തെർമൽ സെക്ഷൻ കണ്ടുപിടിക്കാം. ലേഔട്ടിൽ നമ്മൾ കോപ്പി ചെയ്യേണ്ടത് സബ് ബോർഡിൻ്റെ കണക്ടറിലോട്ട് പോകുന്നുള്ള ഇതുണ്ടല്ലോ, കണക്ടർ. അതായത് ഇവിടെയുള്ള B2B കണക്ടർ, B2B കണക്ടർ ഏറ്റവും താഴോട്ട് ഇതാ SOC 6000. അത് കോപ്പി ചെയ്യുക, നേരെ സ്റ്റിമാറ്റിക്കിൽ പോവുക, പേസ്റ്റ് ചെയ്യുക, സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ ഇത് നമ്മൾ അടുത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് സബ് ബോർഡ് ഉണ്ട്, ഡിസ്പ്ലേ, ഇതെല്ലാം ഒന്നിച്ചിട്ട് വരുന്ന ലൈനാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അങ്ങ് തെർമൽ സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ടാവും, ബാറ്റ് തെർമൽ. ഇവിടെ നമുക്ക് ഈ ലൈൻ കാണാതാ, ബാറ്റ് തെർമൽ. കാണുന്നുണ്ടാ? ആ, ബാറ്ററി തെർമലാണ്. ഓക്കെ, ഇത് കിട്ടിയല്ലോ നമുക്ക്. ഇത് ശരിക്കും പറഞ്ഞാൽ വരുന്ന ലൈനാണ്, പോകുന്ന ലൈനല്ല. സബ് ബോർഡിൽ നിന്ന് തിരിച്ചു വരുന്ന ലൈനാണ്. പോകുന്നതല്ല, അത് തിരിച്ചു വരുന്ന ലൈനാണ്. ഞാനിപ്പോൾ ഈ കാണിച്ച ഇതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് ഇപ്പോൾ കണ്ടില്ലേ, മേലൊന്നും ഇങ്ങനെ താഴോട്ട് വന്നിട്ട് തിരിച്ചു പോകുന്ന കണ്ടില്ലേ, ആ തിരിച്ചു പോകുന്ന ലൈനാണിത്. നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ വോൾട്ടേജ് ആണ്. നമുക്ക് ആ ലൈന് മനസ്സിലായി, എത്രാമത്തെ പിന്നിലോട്ടാണ് പോകുന്നത് മനസ്സിലായതാ? 71ാമത്തെ പിന്നിലോട്ടാണ് പോകുന്നത്. ബാറ്റ് തെർമൽ പോകുന്നുള്ളത് 71 എന്ന് പറയുന്നുള്ള ലെഗിലോട്ടാണ് പോകുന്നുള്ളത്. ഓക്കെ ആണോ? ഇനി നമുക്ക് അടുത്ത കണ്ടുപിടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് 1.8 വോൾട്ടേജ് പോകുന്ന ലൈൻ ഉണ്ടാവും. 1.8 വോൾട്ടേജ് ഇവിടെ കണ്ട 1.8 വോൾട്ടേജ് വരുന്ന ലൈൻ കണ്ട. ഒന്ന് ഇതാ ഇവിടെ ഇവിടെതാ, ഒന്ന് 1.8 വോൾട്ടേജ് അവിടെ വരുന്നുണ്ട്. ഇനി രണ്ടാമത് വേറൊരു റെസിസ്റ്ററും കൂടി വരുന്നു. പക്ഷെ നമുക്ക് അതല്ല വേണ്ടത്, നമുക്ക് ഈ വോൾട്ടേജ് ആവശ്യം. 1.8 അത് വരുന്നുള്ള കാല് എന്ന് പറയുന്നുള്ളത് 52ാമത്തെ കാലാണ്. അപ്പോൾ ആദ്യം നമ്മൾ സെറ്റ് ഓൺ ചെയ്തതിന് ശേഷം
51ാമത്തെ കാലിലോട്ട് 1.8 വോൾട്ടേജ് വരുന്നുണ്ടാ നോക്കണം ഫസ്റ്റ്. മനസ്സിലായാ? അത് കഴിഞ്ഞതിന് ശേഷം ആ ബോർഡ് നേരെ താഴോട്ടേക്ക് പോകും. അപ്പോൾ താഴത്തെ സബ് ബോർഡിൻ്റെ അകത്ത് ഈ 1.8 വോൾട്ടേജ് എത്തുന്നുണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ. അതിനുശേഷം സബ് ബോർഡിൻ്റെ അകത്ത് ഈ തെർമൽ ഏടെ ഉള്ളതിനുള്ളത് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? റിമൂവ് ചെയ്തിട്ടില്ല? ബോർഡ് ഫുള്ള് റിമൂവ് ചെയ്ത് പിന്നെ സ്കീമാറ്റിക്സിൽ കാണിക്കുന്നില്ല. മറ്റേ ഇതിൽ തന്നെ തെർമലിന്റെ ഒരു ഇത് ഓപ്ഷൻ ഉണ്ടല്ലോ, അതില് നോക്കുമ്പോ സിപിയുന്റെ സൈഡും പിന്നെ ഇതിന്റെ നെറ്റ്വർക്കിന്റെ ആ സെക്ഷനിലാണ് കണ്ടത്. അത് നമുക്ക് ആവശ്യമുള്ള തെർമൽ അല്ല. അത് ഒരു ബോർഡിൻ്റെ അകത്ത് തെർമൽ എന്ന് പറയുന്നുള്ളത് ഒന്ന് ചാർജിങ്ങിന് വേണ്ടിയിട്ട് ഒരു തെർമൽ ഉണ്ടാവും, നെറ്റ്വർക്കിന് വേണ്ടിയിട്ട് ഒരു തെർമൽ ഉണ്ടാവും, പിന്നെ സി പി യുൻ്റെ അടുത്തൊരു തെർമൽ ഉണ്ടാവും. എ പി തെർമൽ രണ്ടാമത് വരുന്നുള്ള തെർമൽ എന്ന് പറയുന്നുള്ളത് നെറ്റ്വർക്ക് സെക്ഷനിലുള്ള തെർമൽ. മൂന്നാമത് വരുന്നുള്ള തെർമലാണ് നമുക്ക് ആവശ്യമുള്ള തെർമൽ, അതാണ് ബാറ്റ് തെർമൽ. അത് മൊത്തത്തിലുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് കണക്ട് ചെയ്യുമ്പോൾ അല്ല, അല്ലാണ്ട് വരുന്നുള്ള കംപ്ലൈൻറ്റിന് വരുന്നുള്ളതാണ് തെർമൽ, നമ്മൾ എ പി തെർമൽ എന്ന് പറയുന്നത്. ഇപ്പോൾ സെറ്റ് നോർമലി നമ്മൾ ഉപയോഗിക്കാണ്ട് തന്നെ വെക്കുന്ന സമയത്തൊക്കെ ഈ ടെമ്പറേച്ചറിൻ്റെ ഇഷ്യൂ വരുമല്ലോ, ആ കണ്ടീഷൻ നമ്മൾ എ പി തെർമൽ നോക്കണം. സിം ഇടുന്ന സമയത്താണ്, നെറ്റ്വർക്ക് കണക്റ്റ് ആവുന്ന സമയത്താണ് ഈ ഒരു തെർമൽ ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ നമ്മൾ നെറ്റ്വർക്കിൻ്റെ അടുത്തുള്ള തെർമൽ നോക്കണം. അത് നെറ്റ്വർക്ക് സെക്ഷൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ആ സെക്ഷൻ കംപ്ലൈൻ്റ് ആയാൽ, ഇപ്പോൾ ഷോർട്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ റീസ്റ്റാർട്ട് കംപ്ലൈൻറ്റ് വരും. ഇപ്പോൾ മറ്റേ റെഡ്മിൻ്റെ കുറേ മോഡൽ റീസ്റ്റാർട്ട് ഇഷ്യൂ വരുന്നുണ്ടല്ലോ, ആ തെർമിസ്റ്റർ മാറ്റി കഴിഞ്ഞാൽ റീസ്റ്റാർട്ട് പ്രശ്നം സോൾവ് ആവും. നെറ്റ്വർക്ക് കിട്ടാണ്ട് ഇഷ്യൂ വരുത്തൊന്നുമില്ല. നമുക്ക് ടെമ്പറേച്ചറിന്റെ മെസ്സേജ് മാത്രമേ കാണിക്കത്തുള്ളൂ. ബാറ്റ് തെർമൽ എന്ന് പറഞ്ഞുള്ള തെർമലിന്റെ പ്രശ്നം കൊണ്ടാണ് ചാർജ് കണക്ട് ചെയ്യുന്ന സമയത്ത് വരുന്നുള്ള ഇഷ്യൂ. ഓക്കെ. അപ്പം നമ്മളിവിടെ 3 കാര്യങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഒന്ന്, മേലത്തെ ബോർഡിലോട്ട് 1.8 വോൾട്ടേജ് എത്തുന്നുണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്യുക. രണ്ടാമത്, ആ വോൾട്ടേജ് സബ് ബോർഡിലോട്ട് എത്തുന്നുണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്യുക. മൂന്നാമത്, ആ വോൾട്ടേജ് ഡിവൈഡ് ആയിട്ട് മേലത്തെ സബ് ബോർഡിലോട്ട് എത്തുന്നുണ്ടോ, സബ് ബോർഡല്ല മെയിൻ ബോർഡിലോട്ട് എത്തുന്നുണ്ടോ ചെക്ക് ചെയ്യാം. ഓക്കെ. ഇത്തരം കാര്യങ്ങൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൺഫേം ആണ് സി പി ൻ്റെ ഇഷ്യൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിലെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവും. ഓക്കെ. അപ്പൊ തെർമൽ കണ്ടുപിടിക്കണം. തെർമൽ കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ മേലത്തെ ബോർഡിന്റെ അകത്ത് ബാറ്റ് തെർമൽ എന്ന് കൊടുത്തിട്ട് കണ്ട, ഇവിടെ 71ാമത്തെ പിന്ന് ബാറ്റ് തെർമൽ എഴുതിയിട്ട് കണ്ടില്ലേ? ഇത് നമ്മൾ കണക്ട് ചെയ്തിട്ട് 71ാമത്തെ പിന്ന് താഴെ ഏത് കണക്ഷനിലോട്ട് വരുന്നതിനുള്ള കണ്ടുപിടിക്കണം. മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി മോഡിൽ ഇടാം. അതിനുശേഷം മേലത്തെ പോയിന്റും താഴത്തെ നമ്മളെ സബ് ബോർഡിൽ വരുന്നുള്ള ഇതുണ്ടല്ലോ, കേബിൾ സ്ട്രിപ്പ് ഉണ്ടല്ലോ, അതിലോട്ട് ഏത് കണക്ഷനിലോട്ട് വരുന്നതിനുള്ളത് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കണം. സബ് ബോർഡിലല്ല, നമ്മൾ ആദ്യം 71ാമത്തെ പിന്ന് മനസ്സിലായി ഏതിനുള്ളത് കിട്ടിയോ? മെയിൻ ബോർഡിൽ
ബോർഡിൽ 71 പിന്നെ ആ മുകളിലത്തെ ഭാഗമല്ലേ ചെക്ക് ചെയ്യേണ്ടത്? ആ മേലത്തെ ഭാഗം. എണ്ണന്റെ യെസ്, അത് ഇതെടുത്ത് നോക്കിയാൽ മതി. ബിറ്റ് മാപ്പ് എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അല്ലെങ്കിൽ കപ്പാസിറ്റർ കണ്ടുപിടിച്ചാലും മതി, ബോർഡിൽ ആഡ് ഉള്ളതിനുള്ളത്. ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. ഇപ്പൊ കോപ്പി ചെയ്യാം. ഇത് കണ്ടില്ല, ഇത് വരുന്നതെന്ന് മനസ്സിലായതാ. നമ്മളെ കണക്ടർ എന്നാണ് ഇത് വരുന്നത്. ഇത് കോപ്പി ചെയ്യാം. ഇത് ഡബിൾ ക്ലിക്ക് അടിക്കുക. എന്നിട്ട് ഇവിടെ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിക്കുന്ന സമയത്ത് ഇത് ഇവിടെ വന്നിട്ട് നിൽക്കും. കാണുന്നുണ്ടാ? അത് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോ പിന്നെ ഡബിൾ ക്ലിക്ക് അടിച്ചിട്ട് മേലെ ഇവിടെ ഒരു ഓപ്ഷൻ കണ്ട, മേലെ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ബാറിന്റെ അടുത്ത് 2 ഏറോ മാർക്ക് കണ്ട, അത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ്സാവും. എവിടെയാ പോകുന്നുള്ളതിനാൽ നെക്സ്റ്റ് ഓപ്ഷൻ കാണിച്ചു തരും. ആ ഡബിൾ ക്ലിക്ക് അടിക്കുമ്പോൾ നേരെ നമുക്ക് നെക്സ്റ്റ് അടിക്കാം. നെക്സ്റ്റ് അടിക്കുമ്പോൾ തേടെല്ലാം പോകുന്നുണ്ട് എന്നുള്ളത് കാണിച്ചു തരും. കപ്പാസിറ്റർ കണ്ട 4074 എന്ന് പറഞ്ഞ കപ്പാസിറ്റർ കണ്ട. എന്നുള്ളതാ അത്. ആ യെസ്, 74 ഡബിൾ ക്ലിക്ക് അടി. അടിച്ചോ? അതിന് ശേഷം ലേഔട്ട് പോ. ലേഔട്ട് പോയിട്ട് അവിടെ സെർച്ച് ചെയ്യാനുള്ള ബാർ കണ്ട, അവിടെ പോയിട്ട് റൈറ്റ് ക്ലിക്ക് അടിക്ക്. എന്നിട്ട് അവിടെ പേസ്റ്റ് കൊടുക്കും. പേസ്റ്റ് കൊടുത്തിട്ട് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ ഏറോ മാർക്ക് ക്ലിക്ക് ചെയ്യും. ആ അപ്പോൾ അവിടെ റെസിസ്റ്റർ കണ്ട, സോറി കപ്പാസിറ്റർ കണ്ട ലേഔട്ടിൽ മാർക്കായിട്ട്. അല്ലല്ലോ, നിങ്ങൾ ഇതാക്കി മാറിയിട്ടുണ്ടാവും. C4074 തന്നെയാണോ മേലെ സെർച്ച് ചെയ്തിട്ടുള്ളത്? നോക്കിയാ അങ്ങനെ കാണിക്കത്തില്ലല്ലോ, ഒരെണ്ണേ കാണിക്കത്തുള്ളൂ, ഒറ്റൊരെണ്ണം. ഇവ നിങ്ങൾ ഈ ക്ലാസ് കാണുന്നുള്ളത് മൊബൈലിലാണോ കമ്പ്യൂട്ടറിലാണോ? ഓക്കെ, അത് എനിക്കൊന്ന് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യും. ഓക്കെ, കുറച്ചും കൂടി കാണുന്നില്ല, കുറച്ചും കൂടി. അതിവിടെ സെർച്ച് ബാർ കണ്ടില്ല, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അവിടെ കാണിച്ചു തരും. ഒന്നും കൂടി എനിക്കൊന്ന് സൂം ആയിട്ട് കാണുന്നില്ല, അത് ഒന്നും കൂടി എടുത്ത് പോകണം. ഓക്കെ ഓക്കെ. അതെന്താ അങ്ങനെ കാണിക്കുന്നത്? P1 അങ്ങനെ കാണിക്കത്തില്ലല്ലോ, ഒരെണ്ണേ കാണിക്കത്തുള്ളൂ. ജസ്റ്റ് അവിടെ ഒന്ന് ഒന്ന് ഫസ്റ്റത്തുള്ളതൊന്ന് ക്ലിക്ക് ചെയ്താൽ ഫസ്റ്റ് മേലെ കാണുന്ന C1 കാണിച്ചില്ലേ? ഒരു മിനിറ്റ്, ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഇതാക്കട്ടെ. C4074 അതിൻ്റെ അപ്പുറത്ത് 4050 ഒക്കെ കണ്ട. കണ്ടില്ല? എന്നിട്ട് എൻ്റെ സ്ക്രീൻ നോക്കിയാൽ മതി. എൻ്റെ സ്ക്രീൻ കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. ഇതാ CPU-ൻ്റെ ഈ ഒരു ഭാഗത്ത് മേലെ ഭാഗത്തായിട്ട് ഇവിടെ ഓൾറെഡി സെലക്ട് ആയിട്ട് തന്നെ ഉണ്ട് ആ ലൈൻ. ആ യെസ്, ഓക്കെ. മൾട്ടിമീറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ആദ്യം കണ്ടുപിടിക്കാം.
കണ്ടുപിടിച്ചതിന് ശേഷം പോസിറ്റീവിൽ വെച്ചതിന് ശേഷം സബ് ബോർഡിൽ എവിടെയാണോ ഇത് ബീപ്പ് അടിക്കുന്നത് നോക്കാം, ബീപ്പ് മോഡിൽ ഇട്ടിട്ട്. മനസ്സിലായാ? പോസിറ്റീവില് വെച്ചിട്ട് പോസിറ്റീവിൽ വെക്കാം, മൾട്ടിമീറ്റർ ബീപ്പ് മോഡിൽ ഇടാം. ഓക്കെ അതിനുശേഷം ആ കപ്പാസിറ്ററിന്റെ പോസിറ്റീവും നെഗറ്റീവും ആദ്യം കണ്ടുപിടിക്കാം. ഓക്കെ അതിനുശേഷം പോസിറ്റീവിൽ ഒരു മൾട്ടിമീറ്ററിന്റെ ഒരു പ്രോബ് കണക്ട് ചെയ്യാം. ഓക്കെ ആണോ? ആ സബ് ബോർഡിൽ ഓരോ പോയിന്റ് ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ കൊടുത്ത് ടച്ച് ചെയ്ത് അപ്പോൾ ബീപ്പ് അടിക്കുന്നത് ഏതാണോ അത് നോക്കിയാൽ മതി. അപ്പോൾ ആ ലൈന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തെർമിസ്റ്റർ പെട്ടെന്ന് കിട്ടും. അതിന്റെ ഷീൽഡ് ആ. സൈഡിന്റെ ഷീൽഡ് അപ്പോൾ പ്രശ്നമില്ല, ഒരു കാര്യം ചെയ്യും. ആദ്യം നമ്മളെ ഇതിൻ്റെ ബോർഡിൽ ഏതുള്ള ലൈന് കണ്ടുപിടിക്കും ഫസ്റ്റ്. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം. മെയിൻ ബോർഡ് കണ്ട, മെയിൻ ബോർഡ് ഇതാ ഈ നമ്പർ കണ്ട, SOC 6000. ഇതിൽ 71ാമത്തെ പിന്നെ ഏതെന്ന് കണ്ടുപിടിക്കുക. ഇതാ ഞാൻ ഇതെടുത്ത് കാണിച്ചു തരാം, ബിറ്റ് മാപ്പ്. ഈ പോയിന്റും സബ് ബോർഡിൻ്റെ അകത്ത് ഈ കണക്ഷൻ മീൻസ് നമ്മളെ ഇതുണ്ടല്ലോ, കേബിളില്ല, സ്ട്രിപ്പ് ഉണ്ടല്ലോ, സ്ട്രിപ്പ് മറിച്ചിട്ടിട്ട് ഈ കണക്ഷന് താഴെ ഏത് കണക്ഷനിലോട്ട് പോകുന്നതിനുള്ളത് കാല് കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സബ് ബോർഡിൽ ഏത് കാലിലോട്ടാണ് ഇത് പോകുന്നതിനുള്ളത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. മനസ്സിലായോ? അതിനുശേഷം ആ സബ് ബോർഡിൽ പോകുന്നുള്ള കണക്ടറിന് ആ ചുറ്റുഭാഗത്തുള്ള അതിൻ്റെ തൊട്ടടുത്തെങ്കിലും കാണാം തെർമിസ്റ്റർ, ഏകദേശം ഒരു കോയിൽ പോലെ ഉണ്ടാവും ചെറിയ. 74ാമത്തെ ഇതല്ല അല്ല 71 അല്ലേ, 71. അതിന് ആ പോയിന്റ് നേരെ നമ്മളെ സ്ട്രിപ്പ് മറിച്ചിടാം. മനസ്സിലായിട്ടാ? സൈഡിന്ന് 5ാമത്തല്ല, ഈ സൈഡിൽ നിന്ന് 1 2 3 4 5ാമത്തെ. അത് നേരെ മറിച്ചിടാം, ഇങ്ങനെ മറിച്ചിട്ടതിന് ശേഷം ഈ പോയിന്റ് താഴെ ഏത് പോയിന്റായിട്ട് ബീപ്പ് അടിക്കുന്നതിനുള്ളത് കണ്ടുപിടിക്കുക. സ്ട്രിപ്പിലാണ് കേട്ടോ ആദ്യം കണ്ടുപിടിക്കേണ്ട, ഫ്ലെക്സ് കേബിളിൽ. അപ്പോൾ നമുക്ക് താഴത്തെ സബ് ബോർഡിൽ ഏത് പോയിന്റിലോട്ടാണോ ഇത് പോകുന്നതിനുള്ളത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ആ പോയിന്റ് കണക്ട് ചെയ്തതിന് ശേഷം ആ ചുറ്റുഭാഗത്തുള്ള റെസിസ്റ്ററായിട്ട് കാണുന്ന സാധനത്തിൻ്റെ അകത്ത് രണ്ട് സൈഡ് ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കിയാൽ മതി മൾട്ടിമീറ്റർ. അപ്പോൾ ഏതാണോ ബീപ്പ് അടിക്കുന്നത് അതാണ് തെർമിസ്റ്റർ. ഓക്കെ ആണോ? ഒന്നുകൂടി പറഞ്ഞു തരണേ. ആ പോയിന്റിന്റെ 5ാമത്തെ പോയിന്റിന്റെ ഇതിലുള്ള നമ്മളെ ഈ പോസിറ്റീവ് കണക്ഷൻ പോകുന്നില്ലേ, അതിലേക്കാണ് നോക്കി. പോസിറ്റീവ് കണക്ഷൻ അതായത് മനസ്സിലായില്ല. സബ് ബോർഡിൽ നമ്മളിപ്പോ വോൾട്ടേജ് ചെക്ക് ചെയ്യും, 1.8 വോൾട്ടേജ് വരുന്ന ലൈനാ.
ആഹാ ആവില്ലല്ലോ. 1 പോയിന്റ് വോൾട്ടേജ് വരുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അത് ആ റെസിസ്റ്ററിൻ്റെ മറ്റേ സൈഡ്. ഒരു സൈഡ് 1.8 വോൾട്ടേജ്, മറ്റേ സൈഡ് ഇത് കണക്റ്റ് ആവും. നമ്മൾ ബീപ്പിലല്ലേ ചെക്ക് ചെയ്യാൻ? ആ ബീപ്പില. ക്ലിയർ ആയിട്ടാ? ഒരു മിനിറ്റ്, ഞാൻ പറയുന്ന പോലെ ചെയ്യ്. അത് ഒന്ന് ഒഴിവാക്കുക. എന്നിട്ട് ജസ്റ്റ് സബ് ബോർഡിൻ്റെ സ്ട്രിപ്പ് മേലെന്ന് മെയിൻ ബോർഡിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യും. ചെയ്തതിനു ശേഷം സെറ്റ് ഓൺ ചെയ്തിട്ട് ഇവിടെ 1.8 വോൾട്ടേജ് വരുന്ന ലൈൻ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതായത് ഇവിടെ ഒരു മിനിറ്റ്. ആ ഇവിടെ എത്രാമത്തെ പിന്നെ അറിയാം? ഒരു മിനിറ്റ്. വോൾട്ടേജ് വരുന്ന ലൈന് 52ാമത്തെ പിന്ന്. ഇതിൽ 52ാമത്തെ പിന്ന് കേട്ടോ. ഓപ്പോസിറ്റ്. ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ള കണക്ട് ചെയ്ത പോയിന്റ് ഉണ്ടോ? ഇവിടെ 1.8 വോൾട്ടേജ് വരുന്നുണ്ടോ നോക്കി. സെറ്റ് ഓൺ ആക്കിയിട്ട് 1 2 3 4 5 6 7 8 9 15ാമത്തെ പിന്നെ കേട്ടോ. അല്ല സ്ട്രിപ്പ് ഓണാന്നുണ്ടല്ലോ. ഇപ്പൊ സ്ട്രിപ്പ് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സ്ട്രിപ്പ് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സെറ്റ് ജസ്റ്റ് ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോയിന്റിൽ 1.8 വോൾട്ടേജ് വരും. അത് പവർ ഐസിന്റെ അകത്തു നിന്നാണ് വരുന്നത്. നോക്കിയിട്ടായിട്ട് ഒന്ന് തന്നെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. വോൾട്ടേജ് വരുന്നുണ്ടാ നോക്കിയാ? വരുന്നില്ല. സെറ്റ് 1.8 വരണം. ഇവിടെ ഈ റെസിസ്റ്ററിലോട്ടും കപ്പാസിറ്ററിലോട്ടൊക്കെ വരുന്നുണ്ടാക്കി. ഇവിടെ മേലെ കണ്ട റെസിസ്റ്ററും കപ്പാസിറ്ററിലും കാണുന്നുണ്ടാ? ഇവിടെ വരുന്നുണ്ടാക്കിയ വരുന്നുണ്ടാ? ഇല്ല. ആ വോൾട്ടേജ് ഇനി ഡിസ്പ്ലേ കണക്ട് ചെയ്തിട്ട് ആ വോൾട്ടേജ് അവിടെ വരുന്നുണ്ടാക്കിയ. ഓഫ് ആക്കിയിട്ട് കണക്ട് ചെയ്യണം കേട്ടോ. ഓൺ ആക്കിയിട്ട് കണക്ട് ചെയ്യല്ലേ. നോക്കിയിട്ട് ഒന്ന് എന്നെ മെസ്സേജ് ആട്ടെ.